ഹായ് ഓൾ, MRSൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 1 ടോപ്പിക്കുകളായിട്ടുള്ള IRC അല്ലെങ്കിൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ IRCയുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡാണ്. ഈ ഭാഗത്തുനിന്ന് നമുക്ക് 7 മാർക്കിൻ്റെ ഒരു ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതേ ചോദ്യം 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ 1 മാർക്കിനും ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡിലേക്ക് കടക്കാം. എങ്ങനെയാണ് IRC റോഡ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡെപ്തിലേക്ക് ഓരോ സെഗ്മെന്റിന്റെ അണ്ടറിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള IRC ക്ലാസിഫിക്കേഷൻ മാത്രമാണ് സിലബസിൽ നിങ്ങളോട് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ IRC ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് നിങ്ങൾക്കറിയാം, NHകൾ അല്ലേ, SHകൾ അല്ലേ, മേജർ ഡിസ്ട്രിക്ട് റോഡ് അല്ലെങ്കിൽ അതർ ഡിസ്ട്രിക്ട് റോഡ്, അല്ലെങ്കിൽ ഇതിനെ കമ്പൈൻ ചെയ്ത് ഡിസ്ട്രിക്ട് റോഡ് എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. പിന്നെ വരുന്നത് വില്ലേജ് റോഡ്സ്. ഈ രീതിയിൽ 5 രീതിയിൽ അല്ലെങ്കിൽ 4 രീതിയിലാണ് റോഡിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം അത് നമുക്ക് ഓരോന്നും നിങ്ങൾ ഇപ്പോൾ 1 മാർക്കിനാണ് ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് ജസ്റ്റ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ 3 മാർക്സിനൊക്കെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് NH അല്ലെങ്കിൽ NH എവിടെ മുതൽ എവിടേക്കാണ് കണക്ട് ചെയ്യുന്നത്, കണക്ഷൻ ആണ് നിങ്ങൾ 3 മാർക്സിന് അവർ ചോദിക്കുകയാണെങ്കിൽ ആ കണക്ഷൻ ആണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. ആ കണക്ഷൻ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്. നാഷണൽ ഹൈവേ അല്ലെ, വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. നാഷണൽ ഹൈവേ ഭയങ്കര വലുതാണ് അല്ലെ, വലിയ നാഷണൽ ഹൈവേസ്. സ്റ്റേറ്റ് ഹൈവേസ് അതിനും കുറച്ച് ചെറുതായിട്ടുള്ളത്. പിന്നെ ഡിസ്ട്രിക്ട് റോഡ്സ് അതിനും ചെറുതായിട്ടുള്ളത്. അതേപോലെ ഡിസ്ട്രിക്ട് റോഡ് കഴിഞ്ഞ് പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ വില്ലേജ് റോഡ് അല്ലെ. നമ്മൾ നോക്കുമ്പോൾ നേഷൻ അല്ലെങ്കിൽ നാഷണൽ എന്ന് പറയുമ്പോൾ നമ്മളെ കൺട്രി ആണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. സ്റ്റേറ്റ് എന്ന് വരുമ്പോൾ നമ്മളെ കൺട്രിയിലുള്ള സ്റ്റേറ്റ്സ് അല്ലേ, ഏകദേശം എത്രയുണ്ട്, 28 സ്റ്റേറ്റ്സും 7 യൂണിയൻ ടെറിട്ടറീസും അല്ലേ. അപ്പോൾ അതിനുശേഷം പിന്നെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എന്താ പിന്നെ വരുന്നത്, ആ സ്റ്റേറ്റിലുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള ആളാണ് നമ്മളെ കേരള എന്ന് പറയുന്നത് അല്ലെ. ആ കേരളയിൽ എത്ര ഡിസ്ട്രിക്ട് ഉണ്ട് ടോട്ടല്? 14 15 16 14 ജില്ലകൾ അല്ലെ. അപ്പൊ ആ 14 ജില്ലകളാണ് എന്ത് ഡിസ്ട്രിക്ട്, അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്നതാണ് ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അതിനുള്ളിലേക്ക് കടക്കുമ്പോൾ വില്ലേജ് റോഡ്സ്. അപ്പം ഈ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തു വെക്കുക. അതിനുശേഷം നമ്മൾ NH എന്താണ് എന്നുള്ളതാണ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് റൂട്ട്സ് ഓഫ് ദി കൺട്രി അല്ലേ. നമ്മളെ കൺട്രി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ, ആ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ്സ് ആണ് നാഷണൽ ഹൈവേസ് എന്ന് പറഞ്ഞത്. അവരെ എങ്ങനെയാണ് കണക്ട് ചെയ്യുക, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ കണക്ട് സ്റ്റേറ്റ് ക്യാപിറ്റൽസ് അല്ലേ, സ്റ്റേറ്റുകളെ ക്യാപിറ്റൽസ് അല്ലേ. ക്യാപിറ്റൽസ് നമ്മൾ കേരളത്തിന്റെ ക്യാപിറ്റൽ ഏതാ, ട്രിവാൻഡ്രം ആണ് അല്ലെ. അതേപോലെ വേറൊരു സ്റ്റേറ്റിന്റെ ക്യാപിറ്റലുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡാണ് NHകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പോർട്സ് അല്ലെങ്കിൽ ഫോറിൻ ഹൈവേസ് അല്ലെ, അങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്. നമ്മളിപ്പം ബോർഡറിലൊക്കെ നോക്കുമ്പോൾ അവിടെ നമ്മൾ ഫോറിൻ ഹൈവേസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഹൈവേസിന് നമ്മൾ നാഷണൽ ഹൈവേസ് പറയും. ഇതിൽ എന്തൊക്കെയാണ് ഇതിന്റെ പർപ്പസ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്. ദേ ആൾസോ ഇൻക്ലൂഡ് മിലിറ്ററി ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റോഡുകളാണ് നാഷണൽ ഹൈവേസ്. മീൻസ് അതിന് സെക്യൂരിറ്റി നമ്മൾ കൂടുതൽ കൊടുക്കണം. അതേപോലെ തന്നെ ദേ ആർ ഫൈനാൻസ്ഡ് ബൈ, എവിടുന്നാണ് അതിന്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവുന്നത്, സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണ്. അപ്പൊ ഇത് ഒരു 7 മാർക്സിന് നിങ്ങളോട് നാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടതാണ്. 3 മാർക്സിനാണ് ഈ ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതാം, നാഷണൽ ഹൈവേസും അതിന്റെ കണക്ഷൻസും, ഈ ഒരു കണക്ഷന്റെ ഒരു സെന്റൻസും, ഇതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷെ 7 മാർക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയുന്നുണ്ടോ അതിന്റെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഇൻപുട്ട് കൊടുക്കണം. അപ്പൊ ഇത് 7 മാർക്സിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയുമ്പോൾ എന്താ, ദേ ആർ ദി ഇമ്പോർട്ടൻറ്റ് റോഡ്സ് ഓഫ് എ സ്റ്റേറ്റ് അല്ലെ. നേരത്തെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് റോഡ്സ് ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞു നാഷണൽ ഹൈവേസിനെ. സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയുമ്പോൾ ആരാണ്, ദേ ആർ ദി ഇമ്പോർട്ടൻറ്റ് റോഡ്സ് ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ്.
സോ അത് എന്തൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 3 മാർക്സിന് ചോദിക്കുമ്പോൾ ദേ കണക്ട്, എന്താണ് കണക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 7 മാർക്കിന് ചോദിക്കുമ്പോൾ അതിന്റെ ഫൈനാൻസ് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതാണ് നമ്മൾ 7 മാർക്കിൽ വരുമ്പോൾ ചെയ്യേണ്ടത്. അപ്പം മാർക്കിനനുസരിച്ച് നമ്മൾ ഉത്തരങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇതേ ചോദ്യം അവർക്ക് 1 മാർക്ക്, 3 മാർക്ക്, 7 മാർക്ക് സെഗ്മെന്റിൽ ചോദിക്കാം അല്ലേ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്. പാർട്ട് എയിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, പാർട്ട് ബിയിൽ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്, അതേപോലെ പാർട്ട് സിയിൽ നിങ്ങൾക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങളിപ്പോൾ S4 S3 ഒക്കെ എഴുതി കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഉത്തരത്തിലേക്ക് കടക്കാൻ. സോ ഇതിന്റെ ഫൈനാൻസ് ആരാണ്, ഇത് ആരൊക്കെയാണ് കണക്ട് ചെയ്യണം ആദ്യം നോക്കണം അല്ലേ? ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് അല്ലേ, ഒരു സ്റ്റേറ്റിലെ ഇമ്പോർട്ടൻറ്റ് സിറ്റീസിനെയും അതേപോലെ സ്റ്റേറ്റിലുള്ള ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ. ടോട്ടൽ നമ്മൾ പറഞ്ഞ എത്ര ഹെഡ്, പിന്നെ നമ്മളെ ജില്ലയിൽ എത്ര ജില്ലകളുണ്ട് നമ്മളെ സ്റ്റേറ്റ് കേരളത്തിൽ? 14 ജില്ലകളുണ്ട് അല്ലെ. ആ 14 ജില്ലകളുടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഹൈവേസ്, അതേപോലെ നാഷണൽ ഹൈവേയുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഹൈവേസ്, അതേപോലെ തന്നെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലുള്ള ഹൈവേകളുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഹൈവേസ്, ഇവര് ഫൈനാൻസ് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിന് ഫൈനാൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് കൺസിഡറേഷൻ ചെയ്യേണ്ടത് നമ്മൾ ഡിസ്ട്രിക്ട് റോഡ്സ് ആണ്. ദീസ് ആർ റോഡ്സ് വിത്തിൻ എ ഡിസ്ട്രിക്ട് അല്ലെ. നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറഞ്ഞാൽ റോഡ്സ് വിത്തിൻ ദ സ്റ്റേറ്റ്, നാഷണൽ ഹൈവേസ് എന്ന് പറഞ്ഞാൽ റോഡ്സ് വിത്തിൻ ദി കൺട്രി, ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറഞ്ഞാൽ റോഡ്സ് വിത്തിൻ എ ഡിസ്ട്രിക്ട്. അവർ ഫൈനാൻസ് എവിടെ നിന്നാണ്? ജില്ലാ പണിഷൻസ് അല്ലെങ്കിൽ എവിടെയാണ്? ഗവൺമെന്റ് ആണ് മെയിൻ ആയിട്ട് അല്ലെ. വിത്ത് ഹെൽപ്പ് ഓഫ് ഗ്രാൻഡ്സ് ഗിവൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഗ്രാൻഡ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന റോഡുകളാണ് ഡിസ്ട്രിക്ട് റോഡ് എന്ന് പറഞ്ഞാൽ. അതിൽ മേജർ ഡിസ്ട്രിക്ട് റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവരാരെയാണ് കണക്ട് ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, അതിനുള്ളിൽ തന്നെ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട്, പിന്നെ അതേപോലെ ഇമ്പോർട്ടൻറ്റ് ടൗണിനെ ബന്ധപ്പെടുത്തുന്ന റോഡുകൾ, പിന്നെ അതർ ഡിസ്ട്രിക്ട് റോഡിൽ ലെസ് ഇമ്പോർട്ടൻസ് ഉള്ള റോഡുകളാണ് അതർ ഡിസ്ട്രിക്ട് റോഡിൽ നമ്മൾ പറയുക. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ വില്ലേജ് റോഡ്സ് ആണ്. ദേ കണക്ട്, അവർ ആരെയാണ് കണക്ട് ചെയ്യുക? ദേ കണക്ട് വില്ലേജസ് വിത്ത് ഈച്ച് അതർ ആൻഡ് ടു ദ നിയറസ്റ്റ് ഡിസ്ട്രിക്ട് റോഡ്സ് അല്ലെ. വില്ലേജുകൾ തമ്മിൽ കണക്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള ഡിസ്ട്രിക്ട് റോഡുമായിട്ട് കണക്ട് ചെയ്യാനുമാണ് വില്ലേജ് റോഡുകൾ നമ്മൾ യൂസ് ചെയ്യുക. സോ അത് ഹൈവേ അല്ലെങ്കിൽ റെയിൽവേ, ഇതിനൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി വില്ലേജ് റോഡ്. ഇതിന്റെ ഫൈനാൻസ് എവിടെ നിന്നാണ് വരുന്നത്? പഞ്ചായത്തിൽ നിന്നാണ്, വിത്ത് ഹെൽപ്പ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റും ജില്ലാ പണിഷേഴ്സും. സോ പണ്ട് കാലങ്ങളിൽ ജില്ലാ പണിഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തിൽ ഈ നമ്മുടെ നാട്ടിൽ നാട്ടുകൂട്ടത്തിൽ ഒരു മെയിൻ പ്രധാനി ഉണ്ടാവും. ആ ആളാണ് ഈ ഒരു സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് ആൻഡ് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് 7 മാർക്കിന് ചോദിക്കാം നിങ്ങളോട്. അതേപോലെ തന്നെ ഈ ചോദ്യം നിങ്ങളോട് എത്ര മാർക്കിന് ചോദിക്കാം? 1, 3, 7. നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ എഴുതാ, 3 എന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷനും എഴുതാ, അതിന്റെ കണക്ഷനും എഴുതാ, 7 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ക്ലാസിഫിക്കേഷൻ എഴുതണം, കണക്ഷൻ എഴുതണം, അതിന്റെ ഫൈനാൻസ് എങ്ങനെയാണെന്നുള്ള എഴുതണം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള എഴുതണം. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ്. ചിലപ്പോൾ 7 മാർക്സിന് മുമ്പ് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. സംഭവം പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ എന്താ പ്രശ്നം വരാ വെച്ചാൽ നിങ്ങൾക്ക് NH, SH, ഡിസ്ട്രിക്ട് റോഡ്സ്, വില്ലേജ് റോഡ്സ് ഒക്കെ എഴുതാൻ പറ്റും. പക്ഷെ ഇത് എങ്ങനെ 7 മാർക്കിലേക്ക് എഴുതാൻ പറ്റും എന്നുള്ളതിൽ ഒരു പ്രശ്നം വരും. അവിടെയാണ് നമ്മുടെ മാർക്കുകൾ എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ എളുപ്പമുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മാർക്കുകൾ നഷ്ടപ്പെടുത്താതെ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ 7 മാർക്കിനുള്ള ചോദ്യം ആയിട്ട് തന്നെ ചോദിക്കണം എന്നില്ല. ചിലപ്പോൾ അവർ ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളോട് ഒരു SH പറയാൻ പറയും, അല്ലെങ്കിൽ ഒരു NH പറയാൻ പറയും അല്ലെ. അപ്പൊ അത്തരത്തിൽ ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ 2, 3 NHകളോ SHകളോ എഴുതാൻ പറയും. അപ്പൊ കുറച്ച് SHകൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് തരാം. നിങ്ങൾ എന്ത് ചെയ്യാം? അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. എളുപ്പമാണ്. NH എന്താണ്, അതിന്റെ പേരെന്ന് പഠിക്കുക, എവിടുന്ന് മുതൽ എവിടെ ഇട്ടാണ് കണക്ട് ചെയ്യണം എന്നുള്ളത് പഠിച്ചു വെക്കുക. അപ്പൊ അതിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നോക്കിയേ, മേജർ ആയിട്ടുള്ള NHകൾ ഞാൻ അതിൽ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ NH നോക്കിയേ, NH66 അല്ലെങ്കിൽ NH17. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ എന്താ ഈ സംഗതി എന്നുള്ളത്? ഇപ്പൊ നിലവിൽ നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇപ്പം എങ്ങനെ റോഡ് പോവാണെങ്കിൽ റോഡ് പണി നടക്കുന്നത് കാണാം അല്ലെ. അതായത് അവിടെ NH വർക്ക് നടക്കുന്നുണ്ട്. പണ്ട് കാലത്ത്, കുറച്ച് മുമ്പ് കാലം വരെ NH17 എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിന് NH66 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് ഫോർമലി പേര് നിങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് പാൻവേൽ മുതൽ എവിടെ വരെയാണ് കണക്ട് ചെയ്യുന്നത്? പാൻവേൽ മുതൽ കന്യാകുമാരി വരെയാണ് കണക്ട് ചെയ്യണം. ഓക്കെ. ഇപ്പൊ കന്യാകുമാരി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? തിരുവനന്തപുരം സൈഡിലാണ്. പാൻവേൽ എന്ന് പറഞ്ഞാൽ മുംബൈ ആ സൈഡിലാണ് ഇത് വരുന്നത്. സോ ഇങ്ങനെയാണ് ഈ കണക്ഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് കേസ് നോക്കിയേ, NH544, മുമ്പ് NH47 എന്നാണ് അറിയപ്പെട്ടത്. അത് സേലം ടു കൊച്ചിയാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന വേറെ നമ്പറാണ് 966 എന്ന് പറയുന്നത്. ഇത് കൊച്ചി ടു ധനുഷ്കോടിയാണ്. ധനുഷ്കോടി ആളുകൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പണ്ട് കാലത്ത് വളരെയധികം കച്ചവടവും കാര്യങ്ങളൊക്കെ നടന്ന് ശ്രീലങ്കയ്ക്ക് വരെ ഷിപ്പ് മാർഗം നമ്മൾ
ചരക്കുകൾ നീക്കം ചെയ്ത ഒരു നാടായിരുന്നു. അതിനുശേഷം ഒരു വലിയ ഒരു സൈക്ലോൺ ആ നാടിന് ഹിറ്റ് ചെയ്ത് വളരെയധികം ഭയങ്കര പ്രശ്നങ്ങളായൊരു ഗോസ്റ്റ് കൺട്രി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ഭാഗമായിട്ട് മാറി. ആളുകൾ അവിടെ കച്ചവടം ചെയ്യാതായി. അവിടെ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ അതിൻ്റെ അന്നത്തെ ആ പഴയ റെയിൽവേ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ പഴയ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു ധനുഷ്കോടി. ഇപ്പോൾ ആൾക്കാർ ടൂറിസ്റ്റ് പിന്നെ കേന്ദ്രം എന്നുള്ള നിലക്ക് ആളുകൾ അവിടെ പോയി സഞ്ചരിക്കുകയും അവിടെ അതേപോലെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ നാടിനോട് അടുത്തായിട്ടാണ് രാമപുരം അടുത്തായിട്ടാണ് ധനുഷ്കോടി എന്നുള്ള സ്ഥലം വരുന്നത്. അപ്പൊ അവിടേക്ക് നമ്മൾ പോകാനുണ്ടെങ്കിൽ സഞ്ചരിക്കാൻ ഒരു പാമ്പൻ പാലം എന്ന് പറയണ നമ്മൾ കൂടുതൽ നമ്മൾ ഇനി ബ്രിഡ്ജിന്റെ കേസിലൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് വളരെ ഈ എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അത്തരത്തില് നിങ്ങൾക്ക് ഇതും പഠിച്ചു വെക്കാൻ കുറച്ചും കൂടി എളുപ്പമുള്ള സംഗതിയാണ്. NH966 കൊച്ചി ടു ധനുഷ്കോടി. ഓക്കെ, അടുത്തത് ഈ 96A തന്നെ വേറൊന്ന് വരുന്നുണ്ട്, കുണ്ടന്നൂർ ടു വില്ലിംഗ്ടൺ ഐലൻഡ്. ഏറ്റവും ഷോർട്ടസ്റ്റ് NH എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ ഖ്യാതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഈ കുണ്ടന്നൂർ ടു വില്ലിംഗ്ടൺ ഐലൻഡിലാണ് ഉള്ളത്. അപ്പൊ ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് കൊച്ചി ടു വള്ളാർപാടം, പിന്നെ ഉള്ളത് കൊല്ലം ഇൻ കേരള ടു ഡിണ്ടിഗൽ ഇൻ പിന്നെ തമിഴ്നാട്. കൊല്ലത്ത് നിന്ന് ഡിണ്ടിഗൽ, തമിഴ്നാടുള്ള ഡിണ്ടിഗലിലേക്കുള്ള NH ആണ് ഈ 183 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ 4 3 or 4 എന്ത് ചെയ്യുക, NH നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് ഓർമ്മയിൽ വെക്കുക. അതേപോലെ തന്നെ കുറച്ച് SH ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. SH16 എന്ന് പറയുന്നത് ആലുവ ടു മൂന്നാർ ഹൈവേ ആണ് അല്ലെ. നിങ്ങൾ മൂന്നാർ ഭാഗത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു ഹൈവേ ആണ് ഈ SH എന്ന് പറയുന്നത് അല്ലെ. ആലുവ എന്നുള്ളത് എവിടെയാണ്, എറണാകുളത്താണെങ്കിൽ മൂന്നാർ എന്നുള്ളത് ഇടുക്കി സൈഡാണ് അല്ലെ. അടുത്ത കേസ് നോക്കിയേ, SH24 എന്ന് വെച്ചാൽ കോഴിക്കോട് പാലക്കാട് ഹൈവേ. കുറെ ആളുകൾ കോഴിക്കോട് ചിലപ്പോൾ മലപ്പുറത്തേക്കോ അല്ലെങ്കിൽ പാലക്കാട് സൈഡിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ഹൈവേയിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുക. അടുത്തത് 28 SH28 എന്ന് പറയുമ്പോൾ വള്ളംപൂർ, നിലമ്പൂർ, നാടുകാണി ചുരം അല്ലെ. ആ ഒരു പിന്നെ റേഞ്ചിൽ അവിടെ ഉള്ള SH അടുത്തത് SH71 തിരൂര്, മലപ്പുറം, മഞ്ചേരി റോഡ്. ഇത് ഞാൻ നമ്മളെ നാട്ടിൽ കുറച്ച് എളുപ്പമുള്ളതും പെട്ടെന്ന് പിന്നെ ആലോചിച്ച് എടുക്കാൻ പറ്റുന്ന SH ലിസ്റ്റ് ചെയ്തത്. അല്ലാത്ത SH നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് അതാണ് എളുപ്പം ഓർത്തു വെക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. എന്നിരുന്നാലും ഇവിടെയും നിങ്ങൾ എത്രണ്ണം പഠിക്കണം, ഒരു 3 or 4 SH അല്ലെങ്കിൽ NH നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കൊരു 7 മാർക്കിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സിൽ നമുക്ക് കവർ ചെയ്യാനുള്ള ഒരു പോർഷൻസ്. ഓക്കെ, അപ്പം എല്ലാവരും ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക, അതിൽ കൺഫ്യൂഷൻസ് ഇല്ലാതെ തന്നെ പഠിക്കുക. സോ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.